السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഫോൺ വിളിച്ചറിയിച്ചവരായിട്ടും വാട്സപ്പിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവരായിട്ടും കമന്റ് ബോക്സിൽ എഴുതി അറിയിച്ചവരായിട്ടും ധാരാളം ആളുകൾ നിരന്തരം ദുആ വസിയത്തുകളാണ്. അർഹമുർറാഹിമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അർഹമുർറാഹിമീനായ അല്ലാഹ് ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അവരെ സകലമാന മുറാദുകൾ അല്ലാഹ് നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. നീ ഹാസിലാക്കി നൽകണേ തമ്പുരാനെ. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തങ്ങളെ ദുആയിൽ എനിക്കൊരു ഇടമുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി മാത്രമാണ് ധാരാളം ആളുകൾ നമ്മളെ സയ്യിദിയ മജ്ലിസ് വീക്ഷിക്കുന്നത്, അമലുകൾ സ്വീകരിക്കുന്നത്. അർഹമുർറാഹിമീനായ അല്ലാഹ് ഞങ്ങളെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ, അതിനുവേണ്ടി സഹകരിക്കുന്നവർ, മുടങ്ങാതെ മജ്ലിസ് വീക്ഷിക്കുന്നവർ അല്ലാഹ് നീ കുഴക്കല്ല അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നീ പരാജയം നീ കൊടുക്കല്ല അല്ലാഹ്. അവരെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാഹ്. അവരെ സകലമാന മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഈ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ഒരു നിസ്കാരത്തെ പറ്റിയാണ്. ആ നിസ്കാരത്തിൽ ആന്മാര് പറഞ്ഞ ഈ എണ്ണത്തിൽ ആരെങ്കിലും ഈ 2 സൂറത്തുകളെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ഈ ദിക്റുകളെ ഈ എണ്ണത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദിക്റുകളെ ഈ എണ്ണത്തിൽ മഹാന്മാർ പറഞ്ഞ എണ്ണത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ സാധ്യമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു നിസ്കാരത്തെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്. ധാരാളം ആളുകൾക്ക് അറിയാത്തൊരു നിസ്കാരമാണ്, ഇതുവരെ നിസ്കരിക്കാത്തൊരു നിസ്കാരമാണ്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഈ സയ്യിദിയ മജ്ലിസ് ഇന്ന് കണ്ടത് മുതൽ ഈ അമൽ, ഈ നിസ്കാരം നിങ്ങളുണ്ട് സ്വീകരിക്കുക, ഏറ്റെടുക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ അത് നിസ്കരിച്ചു തുടങ്ങുക. ഇന്ന് രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് ആ നിസ്കാരം നിങ്ങൾ ജീവിതത്തിൽ ദായിമാക്കുക. ഏത് സമയത്താണത്? ജൗഫുൽ ലൈലിൽ, രാത്രിയുടെ ആഴങ്ങളിൽ, അതായത് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്ത്. തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ നിസ്കാരമെങ്ങാനും നമ്മൾ നിത്യമാക്കിയാൽ, ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ, ആ നിസ്കാരം നിസ്കരിച്ച് പടച്ച റബ്ബിനോട് നിന്റെ ആവശ്യങ്ങൾ, നിന്റെ ഹാജത്തുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അത് ഹാസിലാക്കി നൽകുമെന്ന് മഹത്തുക്കൾ കിതാബുകളിലൂടെ രേഖപ്പെടുത്തിയതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ല, ഇത് മഹത്തുക്കൾ പറഞ്ഞ ഏറ്റവും അഫ്ളലായിട്ടുള്ള ഒരു നിസ്കാരമാണ് ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം.
ജോലി ഇല്ലാത്ത ആളുകൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് റാഹത്തായ ജോലി ലഭിക്കും. അവൻക്ക് എന്താണോ വേണ്ടത് അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി, അള്ളാഹു അത് നൽകും. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും പറയുന്നതാണ്, ഓരോരോ അമലെടുക്കുന്ന സമയത്ത് നമുക്ക് ഇഖ്ലാസ് വേണം. നമ്മൾ ഇഖ്ലാസിൻ്റെ അളവ് എത്രയാണോ, എത്ര കണ്ടാണോ അള്ളാഹു അതാണ് സ്വീകാര്യമാകുന്നത്. അവൻ്റെ നിസ്കാരമാണ് സ്വീകാര്യമാകുന്നത്. ആർക്കോ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളല്ല വേണ്ടത്. നമുക്ക് കറക്റ്റായിട്ട് ഇഖ്ലാസോടുകൂടി പടച്ച റബ്ബിലേക്ക് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് 2 കരങ്ങൾ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കും. അപ്പം നീ ചോദിക്കുന്നത്, നിന്റെ ജോലി പ്രയാസമാണെങ്കിൽ അള്ളാഹു ജോലി എളുപ്പമാക്കി തരും. ജോലിയാണോ വേണ്ടത്? മകൻ വിസിറ്റിങ്ങിന് ദുബായിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങളെ റൂമിലാണ്, 6 മാസമായി 7 മാസമായി റൂമിലാണ്. ജോലി ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും CV കൊടുക്കുന്നുണ്ട്, കിട്ടുന്നില്ല. തങ്ങളെ വിളിക്കാന്ന് പറയുന്നുണ്ട്, വിളിക്കുന്നില്ല. വിളിച്ചു കാണുന്നില്ല. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഒന്ന് പറയുന്ന പരാതിയാണ്. മകൻക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം. വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഉമ്മ നിങ്ങൾക്ക് ചെയ്യാം മകൻക്ക് വേണ്ടി. ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ജോലിയൊന്നുമില്ലാതെ പ്രവാസിയായിരുന്നു. തങ്ങളെ പ്രവാസ ലോകം എല്ലാം ഒഴിവാക്കിയപ്പോൾ നാട്ടിലാണ്. ഒരു ജോലിയില്ല, ഒരു ജോലിയും റെഡിയാകുന്നില്ല, ഒരു ജോലിയും ശരിയാകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഭർത്താവിന് വേണ്ടി ചെയ്യാം, മകൾക്ക് വേണ്ടി ചെയ്യാം. മകൾക്കൊരു ജോലി വേണമെങ്കിൽ ആ ജോലിക്ക് വേണ്ടി ഉമ്മാക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാം. ഈ നിസ്കാരം തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം അള്ളാഹു നൽകും. നിധി പോലെ മറഞ്ഞു കിടക്കുന്നതും അള്ളാഹു അവന്റെ മുന്നിൽ അത് കാണിച്ചു കൊടുക്കുമെന്നാണ്. എല്ലാ പ്രയാസങ്ങളും, മറഞ്ഞു കിടക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു അവന്റെ മുന്നിൽ തുറന്നിട്ട് നൽകും. കാരണം ഒരിക്കലും ശരിയാവൂല, ആ കാര്യം റെഡിയാവൂല, ആ ജോലി റെഡിയാവൂല. എൻ്റെ വീട് എനിക്കൊരിക്കലും അത് സ്വപ്നം മാത്രമാണ്, അത് പൂവണിയൂല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതിനെ അടിവരട്ട് ഒഴിവാക്കിയ ആളുകൾ, ആ സ്വപ്നത്തെ ഉപേക്ഷിച്ച ആളുകൾ, അവർക്കിത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ സ്വപ്നം എന്താണോ അത് പൂവണിയും. ഒരു മസ്കനാണ്, ഒരു വീടാണ് അവന്റെ സ്വപ്നമെങ്കിൽ അത് പൂവണിയും. എന്ത് ഹലാലായ മുറാദ്, ഞാൻ എണ്ണി ഇത് ദീർഘിപ്പിക്കുന്നില്ല, എണ്ണി പറയുന്നില്ല. എന്ത് ഹലാലായ, നിന്റെ മനസ്സിലുള്ള എന്ത് ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കി നൽകും. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലാൻ ജീവിതത്തിൽ ദായിമാക്കാനും അള്ളാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. ഈ മജ്‌ലിസിൽ നിന്ന് ഇന്നു മുതൽ ഞങ്ങളിത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നു മുതൽ ഈ മജ്‌ലിസിൽ നിന്ന് തങ്ങളെ ഈ 2 റക്അത്ത് നിസ്കാരം ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം ഈ 2 റക്അത്ത് നിസ്കാരം ഈ പറഞ്ഞ രീതിയിൽ ഞാൻ നിസ്കരിക്കും. ഇൻഷാ അല്ലാഹ് അതെങ്ങാനും നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ നേട്ടമാണ്. നിങ്ങൾ ആഗ്രഹിക്കാത്ത നേട്ടം, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും വലുതായിരിക്കും ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതെന്ന് മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. കിതാബുകളിലൂടെ രേഖപ്പെടുത്തിയതാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറയുന്നത്. അള്ളാഹു അത് കേൾക്കാനും ജീവിതത്തിൽ ദായിമാക്കാനും ചെയ്യാനും അള്ളാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്താണ് അമൽ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും മജ്‌ലിസിൽ പറയുന്നത് പോലെ, ഇതെന്തിനാണ് മജ്‌ലിസിൽ പറയുന്നത് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ധാരാളം ആളുകളാണ് മജ്‌ലിസിലേക്ക് വിളിക്കുന്നത്, ബുക്കിംഗ് നമ്പറിലേക്ക് വിളിക്കുന്നത്. എപ്പോഴാണ് തങ്ങൾ ഇനി ഉണ്ടാകുക? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ വന്നവർക്കറിയാവുന്നതാണ്. പല ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ ഇവിടത്തേക്ക് തടിച്ചുകൂടുന്നത്. കർണാടക പോലെ, തമിഴ്നാട് പോലുള്ള ഇതര സ്റ്റേറ്റുകളിൽ എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ ലീവ് എടുത്ത് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ, എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരങ്ങൾ സഹോദരിമാർ ഇവിടത്തേക്ക് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ,
അവരൊക്കെ പറയുന്നത് ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാകുക. അവർക്കും കൂടി ഇത് വലിയ യൂട്യൂബ് എന്ന വലിയൊരു പ്ലാറ്റ്ഫോം ആക്കുന്ന സമയത്ത് അവർക്കും കൂടി ഒരു ഉപകാരമാണ്. ഇതിലൂടെ പറയുമ്പോൾ അടുത്ത ശനിയാഴ്ച തങ്ങളുണ്ടല്ലോ, ഇനി ഞങ്ങൾക്ക് വരാമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശം അവർക്കൊരു മെസ്സേജ് കൂടിയാകുമെന്ന നിലക്കാണ് ഇതിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കുന്നത്. ഇനി വരുന്ന ശനിയാഴ്ചയാണ് കൺസൾട്ടിംഗ് ഉള്ളത്. ഈ നമ്പറിൽ ബുക്ക് ചെയ്ത്, മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരിക. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ നീറുന്ന പ്രയാസമായിട്ട്, വേവലാതിയായിട്ട്, ബുദ്ധിമുട്ടായിട്ട് ഇവിടത്തേക്ക് പൊട്ടിക്കരഞ്ഞു വരുന്ന ആളുകൾ, മക്കളുടെ കാര്യം പറഞ്ഞ്, ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ്, പൈശാചികമായ ഉപദ്രവങ്ങൾ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, ജോലി തടസ്സങ്ങൾ പറഞ്ഞ്, വിവാഹ തടസ്സങ്ങൾ പറഞ്ഞ് വരുന്ന ആളുകൾ, അവർക്കൊക്കെ വലിയ പരിഹാരമാണ് ഈ സയ്യിദിയ മജ്ലിസ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഇവിടുത്തെ അമൽ സ്വീകരിച്ച് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്ന് കൺസൾട്ടിങ് രീതി സ്വീകരിച്ച്, അമലുകൾ സ്വീകരിച്ച്, കാര്യങ്ങൾ നിർവഹിച്ച്, പരിഹാരങ്ങൾ തേടി അവരെ കാര്യങ്ങൾ മുറാദുകൾ ഹാസിലായ ധാരാളം ആളുകൾ. ഞാൻ എപ്പോഴും പറയുന്നത്, ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവായ, ഞങ്ങളൊക്കെ വെള്ളിപ്പയായ ബാഹസൻ ജബറുല്ലൈലി പാപ്പ, ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലെ അച്ചി പ്രവിശ്യയിൽ നിന്ന് കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തെത്തിയ മഹാനായ ഖുത്ബ് ബാഹസൻ ജബറുല്ലൈലി പാപ്പ, ജബറുല്ലൈലി സദാത്തിങ്ങളെ വല്ലിപ്പ. ആ വല്ലിപ്പയുടെ നോട്ടത്തിലും കാവലിലുമാണ് ഈ മജ്ലിസ്. അവിടുത്തെ ആത്മീയ ഒരു നിയന്ത്രണത്തിലാണ് ഈ മജ്ലിസ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള കൺസൾട്ടിങ് രീതിയും അവിടുത്തെ ആത്മീയ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് സ്വീകരിക്കുന്ന സമയത്ത് മുറാദുകൾ ഹാസിലാകുന്നത്. ഉപ്പാപ്പയുടെ സമ്മതപ്രകാരമാണ് ഓരോരോ അമലുകളാണെങ്കിലും, ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള കൺസൾട്ടിങ് രീതിയാണെങ്കിലും ഉപ്പാപ്പയുടെ സമ്മതപ്രകാരമാണ്. അള്ളാഹു അവിടുത്തെ ദറജനെ ഏറ്റി കൊടുക്കണേ അല്ലാ, അവിടുത്തെ ദറജനെ ഏറ്റി കൊടുക്കണേ അല്ലാ. അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ, എന്താണ് അമലിലേക്ക് കടക്കാം? എന്താണ് ആ നിസ്കാരം? ഏതാണ് ആ നിസ്കാരം? തഹജ്ജുദിന്റെ സമയത്ത് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഏതാണ് ആ നിസ്കാരം? നിസ്കാരമാണ് സ്വലാത്തുൽ കൻസുൽ അഫീ എന്ന നിസ്കാരമാണ്. ഏതാണ് നിസ്കാരം? സ്വലാത്തുൽ കൻസുൽ അഫീ. എങ്ങനെയാണ് അത് നിസ്കരിക്കേണ്ടത്? തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്നുള്ള നിയ്യത്തോടു കൂടിയാണ് നിസ്കരിക്കേണ്ടത്. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി, അല്ലാതെ സ്വലാത്തുൽ കൻസുൽ അഫീ എന്ന നിയ്യത്തൊന്നും വെക്കണ്ട. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടിയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. 1-ാമത്തെ റക്അത്തിൽ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 17 പ്രാവശ്യം നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ കാഫിറൂൻ. എല്ലാവർക്കും അറിയുന്ന ചെറിയ സൂറത്തുകളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതേണ്ടത്. 17 പ്രാവശ്യം മറന്നു പോകേണ്ട. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ സൂറത്തുൽ കാഫിറൂന 17 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 17 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂന ഇൻഷാ അല്ലാഹ് നിങ്ങൾ പാരായണം ചെയ്യുക. 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഇൻഷാ അല്ലാഹ് 17 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് 17 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യുക. 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 17 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പാരായണം ചെയ്യുക. 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ 17 പ്രാവശ്യം പാരായണം ചെയ്യുക. 2 റക്അത്തുകളുടെയും റുകൂഇൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 17 പ്രാവശ്യം. 3 ചെല്ലുന്ന ആളുകളുണ്ട്, 5 ചെല്ലുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെല്ലേണ്ടത് 17 പ്രാവശ്യമാണ് ചെല്ലേണ്ടത്.
ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ 3 പ്രാവശ്യം മാത്രമാണ് ചെല്ലേണ്ടത്. ഇത് നമുക്ക് ഒറ്റക്കാണല്ലോ നിസ്കരിക്കുന്നത്. ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് 17 പ്രാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലാം. ഇഷ്ടമുള്ളത്ര ചൊല്ലാം. അള്ളാഹുവിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചൊല്ലാം. അതിനൊന്നും ഒരു തടസ്സവുമില്ല. 17 പ്രാവശ്യമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 17 പ്രാവശ്യം റുക്കൂഇൽ 2 റക്അത്തിന്റെ റുക്കൂഇൽ 17 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ റുക്കൂഅ കഴിഞ്ഞ് പിന്നെ ഇഅ്തിദാലിൽ നമ്മൾ ചൊല്ലുന്ന ദിക്ർ തന്നെ 3 പ്രാവശ്യം. പിന്നെ നമ്മൾ സുജൂദിലേക്ക് കടന്നതിന് ശേഷം സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 7 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. 2 റക്അത്തിലും 7 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 7 പ്രാവശ്യം ചൊല്ലാം. പിന്നീട് ഇൻഷാ അല്ലാഹ് 2ാമത്തെ റക്അത്തിൽ എല്ലാം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സലാം വീട്ടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ 17 പ്രാവശ്യം ആയത്തുൽ കുർസിയെ കൊണ്ടുവരാം. 17 പ്രാവശ്യം സലാം വീട്ടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ 17 പ്രാവശ്യം ആയത്തുൽ കുർസി നിങ്ങൾ കൊണ്ടുവരാം. 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം 17 പ്രാവശ്യം ആയത്തുൽ കുർസി നിങ്ങൾ പാരായണം ചെയ്യാം. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. തഹജ്ജുദിന്റെ സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിങ്ങൾ നിർവഹിച്ച് 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഇൻഷാ അല്ലാഹ് 17 പ്രാവശ്യം. 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് 17 പ്രാവശ്യം ഫാത്തിഹയ്ക്ക് ശേഷം. പിന്നെ റുക്കൂഇൽ നിങ്ങൾ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 17 പ്രാവശ്യം. പിന്നെ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 7 പ്രാവശ്യം. പിന്നെ സലാം വീട്ടി 17 പ്രാവശ്യം ആയത്തുൽ കുർസി ഇൻഷാ അല്ലാഹ് നിങ്ങൾ പാരായണം ചെയ്യാം. എന്നിട്ട് 2 കരങ്ങൾ അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാം. നിന്റെ മുറാദുകൾ എന്തു മുറാദാണെങ്കിലും അല്ലാഹു ഹാസിലാക്കി നൽകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എന്തു മുറാദും എന്തുദ്ദേശങ്ങളാണെങ്കിലും അല്ലാഹു ഹാസിലാക്കി നൽകും. നീ ഒരിക്കലും ലഭിക്കില്ല എന്ന് പറഞ്ഞ കാര്യം വരെ അല്ലാഹു നിനക്ക് നൽകും. നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമ്മോട് പറയുന്നത് നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. നമുക്ക് ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ നിസ്കരിച്ച് നിങ്ങളുടെ അമലുകൾ ചെയ്തുകൊണ്ട് ഒരിക്കലും അതെനിക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളി മാറ്റരുത്. എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, ക്ഷമിക്കുക. നമുക്ക് അമലുകൾ ചെയ്തുകൊണ്ട് നമ്മൾ നേടിയെടുക്കണം. പടച്ച റബ്ബിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ദുനിയവിയായ കാര്യങ്ങൾ. നമുക്ക് വീട് വേണം, മകൻക്ക് ജോലി വേണം, ഭർത്താവിന് ജോലി വേണം, മകൻ്റെ കല്യാണം റെഡിയാവണം, മകൻ്റെ ജോലി തടസ്സങ്ങൾ റെഡിയാവണം, നല്ല സാലറി ലഭിക്കണം, മക്കളുടെ വിദ്യാഭ്യാസം റാഹത്താകണം, അവരുടെ പരീക്ഷകളിൽ വിജയം ലഭിക്കണം, നമുക്ക് വീട് വേണം, വാഹനം വേണം. ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാവും. എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, ഇങ്ങനെ അമലുകൾ ചെയ്തുകൊണ്ട് വലിയ നേട്ടങ്ങൾ നേടിയെടുത്ത ധാരാളം ആളുകളുണ്ട്. അമലുകൾ ചെയ്തുകൊണ്ട് അവരെ കാര്യങ്ങൾ പൂവണിഞ്ഞ ധാരാളം ആളുകൾ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്നവർ പറയുന്നതാണ്, തങ്ങളെ ഇതൊന്നും ഞാൻ നേടിയെടുക്കുന്നു, ഞാൻ സ്വപ്നത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനിത് ചെയ്യാൻ തുടങ്ങി, എവിടുന്നില്ലാത്ത രീതിയിൽ എനിക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരി അല്ലാഹു നൽകി. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ധാരാളം ആളുകളുണ്ട് നമ്മളെ മജ്ലിസ് കാണുന്ന ആളുകൾ. അല്ലാഹുവേ, നീ രക്ഷ കൊടുക്കണേ അല്ലാഹ്. നീ ഖൈറിന്റെ കവാടം അവരിൽ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ. നമുക്ക് ക്ഷമിക്കുക. നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു എല്ലാ സന്തോഷങ്ങളും, എല്ലാ ആർഭാടങ്ങളും, ദുനിയാവിലുള്ള എല്ലാ ആർഭാടങ്ങളും സന്തോഷങ്ങളും അല്ലാഹു നമുക്ക് നൽകുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ട്, ക്ഷമിക്കുന്നവരോടൊപ്പം ഞാനുണ്ടെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതാണ്, ആ ആത്മധൈര്യമാണ് നമുക്ക് വേണ്ടത്. ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമ്മോടൊപ്പം ഉണ്ടാകും.
എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകും. ദുനിയാവിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞെരുക്കം, സാമ്പത്തികമായ ഞെരുക്കം, പ്രയാസങ്ങൾ, ഒരു വീടില്ലാത്ത പ്രയാസം, മകന്റെ കല്യാണം ശരിയാകാത്തുള്ള ടെൻഷന്, എല്ലാ പ്രയാസങ്ങളും നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉണ്ട്. ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിനക്ക് നൽകുമെന്ന് പടച്ച തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് സകലമായ പ്രയാസങ്ങളുണ്ട് അല്ലാ, നീ മാറ്റി നൽകണേ അല്ലാ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസ് സ്നേഹിക്കുന്ന ആളുകൾ, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരല്ലാ, നീ അവരെ കൊയക്കല്ല അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അവരെ തളർത്തല്ല തമ്പുരാനെ. അവർക്കുള്ളത് എപ്പോഴും തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. എപ്പോൾ കൈ ഉയർത്തിയാലും നമ്മളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ആളുകൾ, മജ്ലിസിനെ ഇഷ്ടം വെക്കുന്ന ആളുകൾ, മജ്ലിസിന്റെ മുഹിബ്ബീങ്ങൾ, എൻ്റെ മുഹിബ്ബീങ്ങൾ, അല്ലാഹുവേ അവരെ തളർത്തല്ല അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അവരെ കൊയക്കല്ല തമ്പുരാനെ. എന്ത് പ്രയാസം വന്നാലും മജ്ലിസിലേക്ക് വിളിച്ച് ദുആ വസിയത്ത് ചെയ്യുന്നവർ അല്ലാഹു ഒരു നിലക്കും അവരെ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, നീ അവരെ കാത്തോളണേ അല്ലാ, നീ അവർക്ക് കാവൽ കൊടുക്കണേ അല്ലാ. ഈ അമല് ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ സ്വീകരിക്കും അല്ലാ. നീ അതിന്റെ ഉത്തരം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്ത ഭാര്യമാരുണ്ട് അല്ലാ, ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാ, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ, അവരെ സമ്പത്തിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, അവരെ സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാലത കൊടുക്കണേ അല്ലാ, അവരെ ജോലിയിലും സമ്പത്തിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളുടെ കാര്യം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ, നല്ല സ്വഭാവം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഹൈറായ ചിന്തയും ഹൈറായ ത്വരീക്കും ഒരു വഴിയും അല്ലാ അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ, മക്കളെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്ത മക്കൾ അല്ലാഹുവേ, ജോലി ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മക്കളെ വിവാഹ തടസ്സങ്ങൾ, വിവാഹ പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് അല്ലാ, അല്ലാ ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ. ആ മാതാപിതാക്കൾക്ക് കുളിർമ കാണാനുള്ള ഭാഗ്യം നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ, നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, വീടില്ലാത്തവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ഹൈറായ ഒരു മസ്കൻ, ഒരു ഭവനം നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ, നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ഷഹീദിന് പോലും പൊറുക്കാത്ത കടം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ, നീ മൗത്താക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ അവരെ കാത്തോളണേ അല്ലാ, നീ അവരുടെ സകലമായ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരം നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, അല്ലാഹുവേ രോഗശമനം നീ നൽകണേ അല്ലാ, ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും ഒരുപോലെ കാർന്നു നിന്ന ഇത്തരം അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾ സമ്പാദിച്ചത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. ദുനിയാവിലിട്ട് ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ പ്രയാസം നൽകല്ലേ അല്ലാ. സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, മാക്കിരീങ്ങളെ മക്രിനെ തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്തനയെ തൊട്ട് കാക്കണേ അല്ലാ, വാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ,
ഐനീങ്ങൾ തൊട്ട് കാക്കണേ അല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. പെടുന്നതിനുള്ള മരണത്തൊട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ നല്ലവരുടെ സാന്നിധ്യത്തിൽ കലിമ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. റഹ്മത്തുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ, ഞങ്ങളെ തളർത്തല്ലേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ, നീ ഞങ്ങളെ തളർത്തല്ലേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ അതുകൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്നേഹിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, നീ കാത്തോളണേ അല്ലാ, നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, മരിക്കുന്നതിന് മുമ്പ് റൗള ഞങ്ങളെ കണ്ണുകൊണ്ട് കാണിക്കണേ അല്ലാ, ഞങ്ങളെ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളെ പാപം പതിഞ്ഞ പാദമത്താഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണറയെ കഅബ കണ്ട് ഒരു ഉമ്മ പറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് ഒന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ മജ്ലിസിന് അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്ക് അല്ലാ പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ, ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാ, മുസീബത്തുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാം ചെയ്യണേ അല്ലാ, ഹറാം ചെയ്യണേ തമ്പുരാനെ. ബിസ്മില്ലാഹിൽ റഹ്മാനിൽ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണും. നമ്മളെ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ ഉംറ സർവീസ് ഇൻഷാ അല്ലാഹ് നടക്കുന്നുണ്ട്. ആഗ്രഹമുള്ള ആളുകൾ മഖബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ആഗ്രഹിക്കുന്നവരുണ്ടാകും, നമ്മളെ കുടുംബത്തിൽ ആഗ്രഹിക്കുന്നവരുണ്ടാവും, നമ്മുമായി ബന്ധപ്പെടുന്നവരിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. അവരിലേക്ക് ഈ മെസ്സേജ് ഇൻഷാ അല്ലാഹ് എത്തിച്ചു കൊടുക്കുക. ആഗ്രഹമുള്ള ആളുകൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് റാഹത്താണ്. ബഡ്ജറ്റ് നോക്കുകയാണെങ്കിലും സാമ്പത്തികമായ വശം നോക്കുകയാണെങ്കിലും സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഭക്ഷണ സൗകര്യങ്ങൾ, റൂം സൗകര്യങ്ങൾ, എല്ലാ സിയാറത്തുകളും ഇൻഷാ അല്ലാഹ് അടങ്ങിയിട്ടുണ്ട്. എല്ലാം കൊണ്ട് നിങ്ങൾക്ക് റാഹത്തായ നിലയിലാണ് സർവീസ് നടത്തുന്നത്. ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് അതിൽ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി, ഒരു നമ്പറിൽ കിട്ടിയിട്ടില്ല മറ്റൊരു നമ്പറിൽ വിളിച്ച് ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി സീറ്റുകൾ ഉറപ്പുവരുത്തുക.
അള്ളാഹു തൗഫീഖ് ഒന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ ഒന്ന് ചെല്ലാനും ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിലേക്ക് ഒന്ന് ചെന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാനും പോയവർക്കറിയാം അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നൂല. അത്രയും അവിടെ കിടന്ന് മൗത്തായാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ അത്രയും ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ മരിക്കുന്നതിന് മുമ്പ് മുഅ്മിനീങ്ങളെ നമുക്കൊന്ന് ചെല്ലണം. നമ്മളെ നേതാവിൻ്റെ അടുത്ത് നമുക്കൊന്ന് ചെല്ലണം. നമ്മൾ ചൊല്ലിയ സ്വലാത്തുമായി ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പോയവർക്ക് ഇനിയും പോവാൻ അല്ലാഹ് നീ തൗഫീഖ് കൊടുക്കണേ നീ തൗഫീഖ് കൊടുക്കണേ പലവരും പോകുന്നവർ പറയാറുണ്ട്, തങ്ങളെ ഞാനിത് 20-30 ആളുകളുണ്ട്, അതിനായിട്ട് സമയം ചെലവഴിക്കുന്ന സമ്പത്ത് മാറ്റിവെക്കുന്ന ആളുകൾ. അല്ലാഹ് നീ ഭാഗ്യം നൽകണേ ഞങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും പോവാൻ നീ ഭാഗ്യം നൽകണേ നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി നിങ്ങൾ ബുക്ക് ചെയ്യാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.